മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിലെ ആദ്യത്തെ കാര്യം, ജനറലി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് പവർ ടു കൺവിക്ട് സിൻ. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വരുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്ന്. അതിലെങ്ങനെയാണ് അത് ബോധ്യം വരുത്തുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ജനറലി അറിയാവുന്നതാണ്, എന്നാലും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ഡെലിവറൻസ് നമ്മളെ വരുത്തണം നമ്മുടെ ജീവിതത്തിൽ. കാരണം ഈ പാപത്തിൻ്റെ അടിമയായിരിക്കുന്നവരെ, പലതും പാപത്തിൻ്റെ പേര് തന്നെ പിശാചെന്നാണല്ലോ, നേരത്തെ അതും പറഞ്ഞതാണ്, പാപത്തിൻ്റെ പേര് പിശാചാണ്. ഈ പിശാച് പലപ്പോഴും അടിമത്തത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് പൊട്ടി മാറാനായിട്ട് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഏതോ ഒരു കുടുംബത്തിൽ ആ പൈശാചിക വിടുതൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. കാരണം ആ വീട്ടിലുള്ള ബാക്കിയുള്ള ജനങ്ങൾ ആരൊക്കെയോ പിശാചുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ മാതാവിനും പിതാവിനും വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. അവിടെ വലിയൊരു റിലീസ് ദൈവം അയച്ചു. രണ്ടാമത്, ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു റീജനറേറ്റ്. പുതുക്കാനുള്ള കഴിവ് ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് പുതുക്കാനുള്ള കഴിവുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ് എബ്രായർ 4:12. അതിൽ സന്ധിമജ്ജകളെ വരെയും തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം, ഇരുവായി തലയുള്ള വാള് പോലുള്ള ദൈവത്തിൻ്റെ വചനം, അത് മനുഷ്യനെ എല്ലാം, അവൻ്റെ നിലവുകളെയെല്ലാം അറിയുന്ന വചനം. അതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് ദ പവർ. അത് പേഴ്സോണിഫൈ ചെയ്യാണ്. ഞാൻ പേഴ്സോണിഫൈ ചെയ്ത് പറയാം, ദാറ്റ് ഈസ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒറിജിനലി നമ്മൾ ഈ ഡെലിവറൻസ് തുടങ്ങിയ സമയത്ത് 62-ാം സങ്കീർത്തനം 11-ാം വാക്യം നമ്മൾ വായിച്ചു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് വായിച്ചു ഇങ്ങനെ, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ബലം ദൈവത്തിനുള്ളതാണ്. പവർ ബിലോങ്സ് ടു ഗോഡ്. നിങ്ങൾ ഈ പറയുന്ന പവറല്ലേ, അതൊന്നും കാര്യമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ലൈറ്റ് കത്താനായിട്ട് സ്വിച്ച് ഇടുമ്പം ലൈറ്റ് കത്തുന്നത് എങ്ങനെയാണ്? ആ ഒരു പവർ അതിൽ വരികയാണ്. ആ ഇലക്ട്രിസിറ്റി പവർ വരുന്നതുകൊണ്ടാണ് കത്തുന്നത്. അതുകൊണ്ട് ദൈവവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കത്താനായിട്ട് പറ്റുള്ളൂ, ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ അന്ധകാരത്തിൽ ഇരുട്ടിലിരിക്കും. അവിടെയാണ് ഡെലിവറൻസ് വരേണ്ടത്. ഇത് പറയുന്നത് നിങ്ങൾക്ക് പുതുക്കാനുള്ളൊരു കഴിവ്, റീജനറേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ദൈവം തരികയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് സൂചിപ്പിച്ചാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാവുന്നു. യേശു പറഞ്ഞതാണ് യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. ജീവൻ്റെ ശക്തി പുറപ്പെടുന്നത് അതിൽ നിന്നാണ്. ഏതാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് ജീവൻ്റെ ശക്തി പുറപ്പെടുന്നത്. ഇന്നിപ്പം ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇവിടെയും അതാണ് കാണുന്നത്, വീണ്ടും ജനിക്കുക. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഹൃദയത്തിലുള്ളൊരു എക്സ്പീരിയൻസാണ്, തലയിലുള്ള ഒരു അറിവല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഫർമേഷൻ, ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്, ഒരു റെവലേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് ബീയിങ് ബോൺ അഗെയിൻ നോട്ട് എ കറപ്റ്റബിൾ സീഡ്. സീഡിനെ കുറിച്ചല്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നോട്ട് ഓഫ് കറപ്റ്റബിൾ സീഡ് ബട്ട് ഇൻകറപ്റ്റബിൾ. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങളെ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾ വീണ്ടും ജനിക്കുന്നത് വിച്ച് ഈസ് എ സീഡ് ഇംപെരിഷബിൾ. അതിനാലാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്, അല്ലാതെ ദൈവവചനത്താലാണ്. അത് നമ്മൾ മറന്നുപോലെ. യാക്കോബ് 1:18 ഇങ്ങനെയാണ് പറയുന്നത്, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. വലിയ അർത്ഥമുള്ള ആശയമുള്ള, ഇന്ന് നാളെ പറഞ്ഞാൽ തീരാത്ത പോലെ ആശയമുണ്ട്. അവൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സകല സൃഷ്ടികളും ഈറ്റുന്നതോടുകൂടി കാത്തിരിക്കുന്നു. എന്തിനാണ് കാത്തിരിക്കുന്നത്? നിൻ്റെയും എൻ്റെയും റിഡംഷന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നീ ഒന്ന് രൂപാന്തരപ്പെടണം. എന്തിനാ?
കർത്താവ് വരുമ്പോൾ അവൻ്റെ കൂടെ പോകാനായിട്ട്. എന്നിട്ട് വേണം അവർക്കൊരു രൂപാന്തരം വരാൻ. ഹല്ലേലൂയ. നിനക്ക് രൂപാന്തരം വന്നിട്ട് വേണം അടുത്ത സൃഷ്ടിക്ക് രൂപാന്തരപ്പെടാൻ. അതുകൊണ്ടാണ് അവൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടത് നിന്നെ വെച്ചിരിക്കുന്നത്. അത് എന്താണ്? സത്യവചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുക. അത് നിന്നെയും എന്നെയും സത്യവചനത്താൽ ജനിപ്പിച്ചതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ആദ്യഫലമായി, ആദ്യഫലം ക്രിസ്തുവാണ്, പിന്നെ ക്രിസ്തുവിനുള്ളവർ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അതുകൊണ്ട് അവൻ്റെ സൃഷ്ടികളിൽ നീ ആദ്യഫലമാകും. എങ്ങനെയാ? രൂപാന്തരപ്പെടുമ്പോഴേ. എങ്ങനെ രൂപാന്തരപ്പെടും? ദൈവവചനത്താൽ നിനക്ക് പുതുക്കം വരെ നിന്നെ വീണ്ടും ജനിപ്പിക്കും. അതുകൊണ്ട് ദൈവവചനമാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്. ഇത് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലൊരു, നിങ്ങളുടെ വാഗൊണ്ട് അവിടെ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് പറ, ഇപ്പോൾ ഒന്ന് പറ, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് റീജനറേറ്റിംഗ് മീ. ദൈവവചനം എന്നെ വീണ്ടും ജനിപ്പിക്കും. നിങ്ങളൊന്ന് പറ. ഇത് കേൾക്കുമ്പോൾ എന്നോട്, അല്ലെങ്കിൽ അതിന് താഴെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്ക്. ഈ ദൈവവചനം എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്ത് വെക്ക്. അത് നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഈ വലിയ പ്രത്യാശ, ഈ വലിയ അനുഭവം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ്. എഫേസ്യർ 5:26 ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതിലും സഭയെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ചു എന്നേ പറയുന്നു. അതുകൊണ്ട് ഇവിടെ കാണുന്ന കാര്യം, ദൈവവചനം നമ്മളെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുകയാണ്, പുതിയൊരു റീജനറേഷൻ, ജീവൻ തരികയാണ്. ദൈവവചനം, ദൈവം പറഞ്ഞ വചനം അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും രീതിയിൽ ഒരു റീജനറേഷൻ, ഡീജനറേഷൻ അല്ല, റീജനറേഷൻ, പുതുക്കം ഇല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒരു പോയിൻ്റ് കൂടെ ഇതിനോട് ചേർന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു പ്രൊഡ്യൂസ് ഫെയ്ത്ത്. വിശ്വാസം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം വിശ്വാസം തരുന്നു എന്നുള്ളത് റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് സ്റ്റഡി ചെയ്ത സമയത്ത് ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം നിങ്ങൾ പഠിച്ചാൽ അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വിശ്വാസം തരുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. റോമർ 10:17 എഴുതിയിരിക്കുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം വരുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ദൈവം പറഞ്ഞതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദാറ്റ് ഈസ് ദ സേവിങ് ഫെയ്ത്ത്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം നമ്മൾക്ക് വരുമ്പോഴാണ് നമുക്ക് രൂപാന്തരം വരുന്നത്, നമ്മുടെ വ്യത്യാസങ്ങൾ വരുന്നത്. പൗലോസിനെയും ശീലാസിനെയും ജയിലിൽ പിടിച്ചിട്ട കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിലെ 16-ാം അധ്യായത്തിൽ അവരെ ജയിലിലായി. എന്നാൽ അവിടെ ഉള്ള ഒരു അത്ഭുതം, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നതും കാരാഗ്രഹ പ്രമാണി തന്നെത്താനെ കൊല്ലുവാനായി ഭാവിച്ച് ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ പൗലോസ് വിളിച്ചു പറയുകയാണ്, നിനക്ക് ദോഷം ചെയ്തതേ എന്ന് പറഞ്ഞു, ഞങ്ങൾ ആരും ഓടിപ്പോയിട്ടില്ല, ഇവിടെ ഉണ്ടേ എന്ന് പറഞ്ഞു. അതിൽ എന്താണ് അവിടെ കാണുന്ന അടുത്ത ചോദ്യം? അവർ ചോദിക്കുന്ന ചോദ്യമാണ്, രക്ഷ പ്രാപിപ്പാൻ, യജമാന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനകത്ത് അവർ പറയുന്ന 31-ാം വാക്യത്തിൽ പറയുന്നതാണ്, 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നാൽ അവർ വിശ്വസിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു. അല്ല, അത് അതിൻ്റെ സ്റ്റെപ്പുകളും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് വിശ്വാസത്തിൻ്റെ കാരണം? എന്താണ്? യേശു, കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതാണ് ഏറ്റവും കാരണം. അതുകൊണ്ട് നമ്മളിലുള്ള വിശ്വാസം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനപ്രകാരമാണുള്ള വിശ്വാസമാണ്. പത്രോസിൻ്റെ പ്രസംഗത്തിലും എല്ലാം അത് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റു, നിങ്ങൾ അവനെ ക്രൂശിച്ചു, അതുകൊണ്ട് നിങ്ങൾ അതിൽ വിശ്വസിക്കുകയും പാപമോചനത്തിനായിട്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസം വരികയില്ല, നിങ്ങൾ രക്ഷ പ്രാപിക്കാൻ അത് ചെയ്യണമെന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ജയിലിലൂടെയും പറയുന്ന കാര്യമാണ് ഇവിടെ കാണുന്നത്. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, അത് ഞാൻ വിശ്വസിക്കുക, അതാണ് എൻ്റെ ഫൗണ്ടേഷൻ. അത് മാത്രവുമല്ല, അവൻ എൻ്റെ സകല പാപവും ചുമന്നുകൊണ്ട് കുരിശിൽ കയറി, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് 1 പത്രോസ് 2:24 പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്
അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ് അടിപ്പിണരാൽ സൗഖ്യം വന്ന കാര്യം എങ്ങനെയാണ്, അങ്ങനെ ഇന്നർ ഹീലിംഗ് എങ്ങനെയാണ് ഞാൻ ഏറ്റെടുക്കേണ്ടത് എന്നെല്ലാം നമ്മൾ പറഞ്ഞതാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. പാപിയാണെന്നുള്ളൊരു ബോധം വരുത്തുന്നത് ആരാണ്? ദൈവത്തിൻ്റെ വചനമാണ്. പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല, എൻ്റെ ഒരു ആക്റ്റും എനിക്ക് രക്ഷിക്കാനായിട്ട് കഴിയില്ല. ഓൺലി ജീസസ് ആൻഡ് ഹിസ് പവർ ക്യാൻ ഡൂ ദിസ്. ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഇന്നർ ഹീലിംഗ് ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രസൻസിൽ അങ്ങനെയാണ് നമ്മൾ ആയിത്തീരുന്നത്. ഇന്നർ ഹീലിംഗ് ആവുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസൻസിലോട്ട് പോകുന്നത്. മർക്കോസ് 11:24 നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് നിങ്ങളോട് പറയുന്നു. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ബിലീവ് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ വിശ്വസിച്ച് ചോദിക്കുക. അവിടെയാണ് ഫെയ്ത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. വിശ്വാസം ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ അതെല്ലാം ഈ ദൈവവചനത്തിൽ നിന്നുള്ള ബേസിസിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പൊട്ടക്കഥകളോ കിഴവിക്കഥകളോ കേട്ടിട്ടുള്ള വിശ്വാസമല്ല വേണ്ടത്. ദൈവവചനത്തിലുള്ള വിശ്വാസമാണ് വേണ്ടത്. അതുകൊണ്ട് ദൈവവചനം വിശ്വാസം വേണമെങ്കിൽ ദൈവവചനം പഠിക്കണം. അതുപോലെ തന്നെ അവൻ്റെ വാഗ്ദത്തങ്ങൾ എന്താണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് അറിയണം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തിയ ദൂരസ്ഥന്മാർക്ക് ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഇതാര് പറഞ്ഞതാണ്? പത്രോസ് പറഞ്ഞാണ്. അപ്പോസ്തലപ്രവൃത്തി 2:39 പറഞ്ഞാണ്. ഈ വാഗ്ദത്തങ്ങളെല്ലാം ഉള്ളതാണ്. ഈ വാഗ്ദത്തം എന്താണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന പ്രോമിസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് എന്ന പ്രോമിസ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ. അതുകൊണ്ട് അത് നമ്മൾ ഏറ്റെടുക്കണം. ഏറ്റെടുക്കുമ്പോഴെന്താ സംഭവിക്കുന്നത്? നമ്മൾ വിശ്വാസം വരും, വിശ്വാസം ഉണ്ടാവും. അത് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് അത് വരുന്നത്. ഈ വിശ്വാസം മൂലമാണ് നമ്മൾ ഈ ലോകത്തെ ജയിക്കുന്നത്, ജഡത്തെ ജയിക്കുന്നത്, പിശാചിനെ ജയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. റോമർ 10:17 നേരത്തെ ഞാൻ പറഞ്ഞാണ്. ഹിയറിംഗ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വചനം. അതുകൊണ്ടല്ലോ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വേണമെങ്കിൽ വിശ്വാസം വേണം, വിശ്വാസം വേണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വേണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ റീജനറേറ്റ് ചെയ്യുന്നതാണ്, അതുപോലെ നമുക്ക് വിശ്വാസം തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവവചനം നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നു, അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യിക്കുന്നു. നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന വിത്ത്, ഇംപെരിഷബിൾ അല്ലാത്ത, നശിച്ചു പോകാത്ത വിത്ത് ദൈവം നമ്മളെ ജനിപ്പിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയാക്കി, എന്ന് വെച്ചാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയ മഹത്വം നമുക്ക് തിരിച്ചു തരുന്നു. അത് വേറൊരു ഡിവോഷനായിട്ട് വരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ മഹത്വം ദൈവം നമുക്ക് തിരിച്ചു തരുന്നു. രണ്ടാമത് ഞാനിവിടെ പറഞ്ഞത് എന്നുവെച്ചാൽ 3ാമത്തെ പോയിൻ്റായിട്ടാണ്, ദൈവവചനം നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, വിശ്വാസം ജനിപ്പിക്കുന്നു. കാരണം സേവിങ് ഫെയ്ത്ത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അതായത് വിശ്വാസം വരുന്നത് എങ്ങനെയാണ്? ക്രിസ്തു പറഞ്ഞ വചനത്താലാണ്. എന്തോ ക്രിസ്തു പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല, ഞാൻ പുനരുത്ഥാനമാകുന്നു, ഞാൻ ജീവനാകുന്നു. ഇതെല്ലാം യേശു പഠിപ്പിച്ചതാണ്. ഇതെല്ലാം നമ്മൾ കേൾക്കണം. കേട്ട് കഴിയുമ്പോഴെന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും ആ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതിക്കുമുള്ളതാണ്. പത്രോസ് വിളിച്ച് പറഞ്ഞതാണ്. അതിന് ഈ വാഗ്ദത്തം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം ഏറ്റെടുക്കുമ്പോഴെന്താണ്? വചനം നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും. വിശ്വസിപ്പിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവിൻ്റെ ഇല്യൂമിനേഷനാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലോട്ട് തരുന്ന പ്രകാശത്താലാണ് വചനം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ആ പത്രോസിൻ്റെ പ്രസംഗത്തിലെ 3000 പേര് വിശ്വസിച്ച് സ്നാനമേറ്റത്. അനേകം ആളുകൾ ആദിമസഭയോട് ചേർന്ന് അങ്ങനെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു. നിങ്ങളും ഞാനും വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്.
ഇത് രണ്ടും ഈ എന്താണ്, ഒരു പ്രാവിൻ്റെ രണ്ട് ചിറക് പോലെ ഇതിങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആദ്യമേ ഉണ്ടായിരുന്ന സൃഷ്ടിയിലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൂടൊപ്പം പരിശുദ്ധാത്മാവും കൂടെ പ്രവർത്തിക്കുകയാണ്. അവിടെയാണ് രൂപാന്തരം വരുന്നത്. അതുകൊണ്ട് ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ, ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ടു പ്രൊഡ്യൂസ് ഫെയ്ത്ത്. നിങ്ങളിലും എന്നിലും വിശ്വാസം ദൈവവചനത്താൽ ഉണ്ടാകണം. ഇന്ന് വിശ്വാസം പറയുകയല്ല ചെയ്യുക, ഇന്ന് ദോഷം പറയുകയും വിപരീതം പറയുകയും ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് കൊണ്ടിരുന്നതാണ്. അയ്യോ അതൊന്നും നടക്കത്തില്ല, ഇങ്ങനല്ലേ പറയുന്നത്. ഒരു രോഗം വരുമ്പോൾ ആദ്യം എന്തോ ചെയ്യുന്നത്? നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? രോഗം വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തോ? ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ എവിടെയാണെന്ന് നോക്കും. ആ രോഗത്തിന് ചികിത്സിക്കാനുള്ള ഏത് ആശുപത്രിയിലാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് ചെയ്തു. അതാണ് പ്രവൃത്തി എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രവൃത്തി. ആദ്യം ആ രോഗം വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ദൈവമേ ഇങ്ങനൊരു പ്രയാസം വന്നു, നമുക്കറിയത്തില്ല, ഞാനതങ്ങോട്ട് പ്രാർത്ഥിക്കുക വിശ്വാസത്തിൽ. ഒന്ന് പ്രാർത്ഥിക്കുമോ? ഇല്ല. അവിടെയാണ് ഒരു കാർണൽ മാനും സ്പിരിച്വൽ മാനും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് ദൈവവചനത്തിനകത്ത് ദൈവവചനത്താൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും അല്ലാത്തത് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയോ? വിശ്വാസം ഇല്ലാതെ ഇരിക്കുകയാണോ? അവിടെ നിരാശ പറയുകയാണോ? സാഹചര്യങ്ങൾ വരുമ്പോഴേ, പ്രയാസങ്ങൾ വരുമ്പോഴേ, രോഗങ്ങൾ വരുമ്പോഴേ നിരാശ പറയുകയാണോ? ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു പ്രൊഡ്യൂസ് ഫെയ്ത്ത്. അതുകൊണ്ട് ഇന്ന് വിശ്വാസം വർദ്ധിച്ചു വരട്ടെ, വിശ്വാസം ധാരാളമായി നിങ്ങൾ കൂടട്ടെ, വിശ്വാസത്തിൻ്റെ ശക്തിയിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എരിഹോ മതിൽ ചുറ്റു നടന്നപ്പോൾ ആരുടെ മിണ്ടരുതെന്ന് പറഞ്ഞു. എന്താണ് മിണ്ടരുതെന്ന് പറഞ്ഞത്? അവർ അവിശ്വാസം പറയും. അതുകൊണ്ടാണ് മിണ്ടരുതെന്ന് പറഞ്ഞത്. കാരണം അവർ മരുഭൂമി കൂടെയൊക്കെ നടന്നു വന്നെല്ലാം അവിശ്വാസം പറയുകയായിരുന്നു. അവരൊന്നും അവിടെ കയറിയില്ല. അവിശ്വാസം പറഞ്ഞ ഒരു തലമുറ പോലും അവിടെ കയറിയില്ല. എല്ലാം ചത്തുകെട്ട് പോയി. അവർ അവിശ്വാസം പറയുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് മിണ്ടരുതെന്ന് പറഞ്ഞു. 7ാമത്തെ ദിവസം അവരോട് ആർപ്പിടാൻ പറഞ്ഞു. വിശ്വാസത്തിൽ ആർപ്പിട്ടപ്പം എരിഹോയിൻ്റെ മതിൽ സൈഡിലോട്ടും വീണില്ല, പുറകോട്ടും വീണില്ല, താഴോട്ട് പോയി. കാരണം അവർക്ക് അകത്തേക്ക് കയറാനാണ്. അപ്പുറത്ത് വീണിരുന്നെങ്കിൽ ആ കുന്നാകാരമായിട്ട് അതിന് കയറാൻ വലിയ പാടായിരുന്നു. ഇങ്ങോട്ട് വീണെങ്കിൽ അവരുടെ ദേഹത്ത് വീണനെ. അത് താഴോട്ട് പോയതുകൊണ്ട് അവർക്ക് നേരെ അതിലേക്ക് കയറാനായിട്ട്, പ്രവേശിക്കാനായിട്ട് പറ്റി. അവിശ്വാസം പറയരുത്, വിശ്വാസം പറയണം. അവിടെയാണ് ഡെലിവറൻസ്. വിശ്വാസം പറയുന്നിടത്താണ് ഡെലിവറൻസ്. നിങ്ങൾക്കൊരു രോഗം വന്നെങ്കിൽ ആദ്യം ഗൂഗിൾ ചെയ്ത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഹോസ്പിറ്റൽ ഉണ്ടെന്ന് നോക്കുകയല്ല, അവിടെ വിശ്വാസത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക. അവിടെ പൊട്ടും, അത് പലപ്പോഴും പൊട്ടും. അത് ദൈവം തരുന്നൊരു ടെസ്റ്റാണ്. പിശാച് നോക്കിക്കൊണ്ടിരിക്കുക നീ എന്തോ ചെയ്യുമെന്ന് നോക്കാനായിട്ട്. അതുകൊണ്ട് വിശ്വാസം പറയാനായിട്ട് പഠിക്കണം. ഈ ദിവസങ്ങളിൽ ഡെലിവറൻസ് നമ്മൾ ആഗ്രഹിക്കുന്നവർ ദൈവവചനത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതൊരിക്കലും മാറിപ്പോകുന്നില്ല. ലോകം മാറിപ്പോയാലും അത് മാറിപ്പോകത്തില്ല. ദൈവം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഉയരത്തിൽ ചെന്നാലും അത് പറയേണ്ടി വരും. സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ചില കെട്ടുകൾ ഇത് പൊട്ടും. വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. എനിക്ക് ഈ പ്രയാസമുണ്ട്, നീ എന്നെ വിടുവിക്കണം കർത്താവേ, ഒന്ന് ടൈപ്പ് ചെയ്യുക. ആ കമൻറ്റ് ബോക്സിൽ എനിക്ക് ഈ രോഗമുണ്ട്, അതിൽ നിന്ന് വിടുവിക്കണം. ഇന്ന് ചില രോഗങ്ങൾ വിട്ടുമാറും. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുക. ദൈവം കാണിക്കുന്ന ചില രോഗങ്ങൾ ഇന്ന് വിട്ടുമാറും. ദൈവമായ കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമേ, വിശ്വാസം പറവാനായിട്ട് ഞങ്ങളെ ഇടവരുത്തണമേ. നീ ഞങ്ങളെ വീണ്ടും ജനിപ്പിക്കുന്ന ദൈവമാണ്. നീ വിശ്വാസം ഞങ്ങളുടെ ആഴത്തിൽ തരുന്ന ദൈവമാണ്. അതുകൊണ്ട് അവിശ്വാസം വിശ്വാസം പറയാൻ സഹായിക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന രോഗികളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില ലിവർ സിറോസിസ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുപോകുന്നു. ലിവർ ട്രാൻസ്പ്ലാന്റ് വേണം എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം ഇന്ന് വിടുവിക്കുന്നതായി ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നു. നിങ്ങളൊന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമോ? ദൈവകരങ്ങളിലേക്കൊന്ന് ആ പേഷ്യൻ്റെ പേര് കൊടുത്തൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം ഇന്ന് വലിയൊരു വിടുതൽ തരും. ദൈവം വലിയൊരു പ്രയാസം നിന്ന് വിടുതൽ തരും. ചില ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില കിഡ്നി സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ അത് അലിഞ്ഞ് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? അതിൻ്റെ സൈസൊക്കെ ചെറുതായി ആ വെള്ളം കുടിച്ചു കഴിഞ്ഞ് അതിൽ കൂടി അത് പുറത്തു പോകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയും. നിങ്ങൾക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേദനയിൽ നിന്ന് ദൈവം വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. ഒരു വേദനയും വരുത്തുകയില്ല. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ചില
മൂത്ര തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പ്രോബ്ലംസ്, യൂറിനറി ബ്ലാഡറുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുന്നു. സ്തോത്രം. ക്യാൻസർ ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇല്ലാതെയായി പോട്ടെ. സ്തോത്രം. വിശ്വാസത്തിലൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ ദൈവം വിടുവിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ വലിയൊരു മിറക്കിൾ അവരുടെ ജീവിതത്തിൽ കാണുവാനായി കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിൻ്റെ കരുണ, നിൻ്റെ കൃപ അവരെ ചുറ്റിക്കൊള്ളട്ടെ. ദൈവമേ, ഞങ്ങളൊക്കെ വിശ്വാസം പറയുന്നവരായിരിക്കാൻ ഈ ദിവസങ്ങളിൽ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണം. എല്ലാ കെട്ടുകളും പൊട്ടി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ചിലയിടത്തൊക്കെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, വലിയ ഡെലിവറൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതങ്ങളിൽ തുടർമാനമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ടാകും. ഇത് തുടർമാനമായി കാണുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളിത് നോട്ട്സ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന മേഖലകളിലൊക്കെ ഇത് പറയുക. ദൈവം വലിയ വിടുതൽ തരുന്നതായിട്ട് കാണും. ആ വിശ്വാസം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ദൈവവചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവെ സഹായിക്കണമേ, നിൻ്റെ വചനം ബലപ്പെടുത്തണമേ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി വാച്ച് ചെയ്യണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.